ഇ.ഡി. സതീശന് സംഭവിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അധികാരം കിട്ടണം, അതിന് ന്യൂനപക്ഷ വർഗീയതയെ ഉപയോഗപ്പെടുത്താം എന്നൊരു സ്ട്രാറ്റജിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് എന്താണ്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ഒരു സംഘടന എന്താണ്, അതിൻ്റെ പ്രത്യയശാസ്ത്ര ലക്ഷ്യം എന്താണ്, അത് എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് UDF-നെ പിന്തുണക്കുന്നത് വഴി ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ്. അപ്പോൾ എന്ന് മാത്രമല്ല, ചില UDF നേതാക്കൾ പറയുന്നത് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ചർച്ച നടത്തിയിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമിക്കാരും പറയുന്നത് ഞങ്ങളല്ല, വെൽഫെയർ പാർട്ടിയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഷൂറാംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലുള്ള സീനിയറായ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി പണ്ഡിതർ, എഴുത്തുകാരൊക്കെ പറയുന്നത് എന്താണ്, ഞങ്ങൾ മതരാഷ്ട്രവാദത്തിൽ തന്നെയാണ്, ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്നാണ്. ഞങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കുന്നതൊക്കെ എന്താണ്, ശിർക്കാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആധുനികമായ മതനിരപേക്ഷ സങ്കല്പം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മതനിരപേക്ഷ സങ്കല്പത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല. ഞങ്ങൾ ഇസ്ലാമിൻ്റെ വ്യവസ്ഥയ്ക്ക് കീഴിൽ എല്ലാവരുമാകാം. അതിനവർ മദീന സ്റ്റേറ്റിൻ്റെ ഉദാഹരണമൊക്കെ പറയും, പക്ഷേ അത് ചരിത്രവിരുദ്ധമാണ്. പ്രവാചകനുണ്ടാക്കിയ മദീന സ്റ്റേറ്റ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് മാത്രമല്ല, എല്ലാവരെയും അസ്തിത്വത്തെ, എല്ലാവരുടെയും നിലനിൽപ്പിനെ ജനാധിപത്യപരമായി അംഗീകരിച്ചൊരു സ്റ്റേറ്റാണത്. പ്രവാചകൻ്റെ മദീന സ്റ്റേറ്റിനെ കുറിച്ചുള്ള പഠനങ്ങളിൽ എവിടെയും ഒരിടത്തുപോലും യഹൂദർ വേട്ടയാടപ്പെട്ടിട്ടില്ല, എവിടെയും ഒരിടത്തുപോലും ക്രൈസ്തവർ വേട്ടയാടപ്പെട്ടിട്ടില്ല. പരമ്പരാഗത അറേബ്യൻ ഇബ്തൂവാസന രൂപങ്ങളിലുള്ള പല മതങ്ങളുണ്ട സമൂഹമാണ് മദീന. ആ മദീന രാജ്യത്ത് എവിടെയും ഒരു അറബ് ഇബ്തൂവാസന രീതിയിലുള്ള മതവിശ്വാസികൾ വേട്ടയാടപ്പെട്ടിട്ടില്ല. എന്നാൽ അധികാരം കിട്ടുന്നതിന് മുമ്പ് പാകിസ്ഥാനിലെ ഗവൺമെൻറ് അഹമ്മദികളെ മുസ്ലിങ്ങളല്ല എന്ന് പ്രഖ്യാപിക്കണമെന്നാണ് മൗദൂദി പറഞ്ഞത്. അതിന് അവിടുത്തെ ഗവൺമെൻറ് തയ്യാറായിരുന്നപ്പോഴാണ് അദ്ദേഹം എന്ത് ചെയ്ത്, ആയുധമെടുത്ത് വാളും തോക്കുകയായിട്ട് അഹമ്മദിയരെ കൂട്ടത്തോടെ കൊന്നുകൂട്ടിയത്. അപ്പോൾ ഒരു വംശീയുദ്ധമാണ് തങ്ങളുടെ മതരാഷ്ട്രം ഉണ്ടാക്കാൻ ജമാഅത്ത് ഇസ്ലാമി കാണുന്നത്. അപ്പോൾ അതുപോലുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു സംഘടനയെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവർ മതരാഷ്ട്രം ഒഴിവാക്കിയെന്ന് പറയാൻ കഴിയുക? അതിൻ്റെ തന്നെ വക്താക്കൾ ഞങ്ങളുടെ മൗലിക കാഴ്ചപ്പാടിലാണ്. ഒരു ഇസ്ലാം വിശ്വാസിക്ക് ഇസ്ലാമിക സ്റ്റേറ്റ് ഇല്ലാതെ അനുഷ്ഠാനങ്ങൾ പോലും, ആരാധനക്രമങ്ങൾ പോലും സഫലമാവില്ലെന്നാണ് പറയുന്നത്. മുസ്ലിം വ്യവസ്ഥയ്ക്ക് കീഴിലെ ഒരു ഇസ്ലാമിൻ്റെ പ്രാർത്ഥന ഫലിക്കൂ എന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലുള്ള ആളുകൾ, കാരക്കുന്ന് മാത്രമല്ല TK അബ്ദുള്ളയെ പോലുള്ള അവരുടെ മുൻ നേതാക്കളെല്ലാം പ്രസംഗിക്കുന്ന ഈ ഡെമോക്രസിയും തെരഞ്ഞെടുപ്പൊക്കെ എന്താണ്, അത് പുറത്ത് നമ്മൾ പറയുന്നതാണ്. നമ്മൾ അടിസ്ഥാനപരമായി ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് എന്നാണ് പറയുന്നത്. ഈ കാര്യം എന്തുകൊണ്ട് കാണുന്നില്ല? ഈ പ്രവാചകൻ്റെ ഭരണത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ച് മറ്റ് മുസ്ലിം സംഘടനകളെ വിമർശനത്തെ മുന്നോടിക്കാൻ ശ്രമിക്കുന്നൊരു ജോലി കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായത് പ്രവാചകനെ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് മറ്റ് സംഘടനകൾ എത്തുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അപ്പം അത് യഥാർത്ഥത്തിൽ പിന്നെ അതൊരു പ്രതിസന്ധിയിലാക്കുന്ന, മറ്റ് ജമാഅത്ത് വിമർശകരായ മറ്റ് മുസ്ലിം സംഘടനകൾ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. അതെ, അദ്ദേഹം പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണെന്നാണ്. എന്നാൽ ലോകത്തിലെ പ്രധാനപ്പെട്ട മുസ്ലിം മതത്തിന് സ്വാധീനമുള്ള രാജ്യങ്ങളും മുസ്ലിം ജനങ്ങളുള്ള സമൂഹങ്ങളും വിശ്വസിക്കുന്നതാണ്, മുസ്ലിം എന്ന് പറയുന്നത് ഒരു വിശ്വാസ വ്യവസ്ഥയാണ്. ആ വിശ്വാസ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കാനുള്ള, തങ്ങളുടെ സ്വത്തും സംസ്കാരവും ആരാധനയും ഒക്കെ സംരക്ഷിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് അവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ തന്നെ ഒരു സ്റ്റേറ്റാക്കണം എന്നുള്ള രീതിയിൽ ഇന്ന് ലോകത്തൊരിടത്തും ആ രീതിയിൽ ഔദ്യോഗിക മുസ്ലിം രാജ്യങ്ങളൊന്നും നിലകൊള്ളുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പം ഉയർന്നു വരുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിലാണ്. മിസ്റ്റർ ഹസൻ ബെന്നയാണ്. അദ്ദേഹം അറബ് ദേശീയതക്കെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന ഒന്നാണ്. അറബ് ദേശീയത ബ്രിട്ടീഷ് വിരുദ്ധമായിരുന്നു, ഫ്രഞ്ച് വിരുദ്ധമായിരുന്നു, അമേരിക്കൻ വിരുദ്ധമായിരുന്നു. അപ്പോൾ സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു ദേശീയതയുടെ ആശയങ്ങൾ വെച്ചുകൊണ്ട് ഈജിപ്തിൽ അതിശക്തമായി വളർന്നു വന്ന സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനത്തെ അസ്ഥിരീകരിക്കാൻ, അതിൽ മുസ്ലിം മതവിശ്വാസികൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹസൻ ബെന്ന ഈ രാഷ്ട്രീയ ഇസ്ലാമിസത്തിൻ്റെ സിദ്ധാന്തങ്ങൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ 1928 മുസ്ലിം ബ്രദർഹുഡിൻ്റെ രൂപീകരണത്തിലേക്ക് എത്തുന്ന നിലപാടുകൾ സ്വീകരിച്ചത്. ആ നിലപാടുകൾ ലോകത്തൊട്ടാകെ സാമ്രാജ്യത്വം എന്താണ്, ഈ അറബ് മുസ്ലിം സമൂഹത്തെ ആകെ കീഴ്പ്പെടുത്താൻ, അവിടെ തീവ്രവാദം വളർത്താൻ ഒക്കെ ഈ ആശയങ്ങളാണ് ഉപയോഗിച്ചത്. ലോകത്തെല്ലായിടത്തും അറബ്
ദേശീയത വളർന്നു വരുമ്പം അത് സാമ്പ്രായത്വ വിരുദ്ധമായതുകൊണ്ട് തന്നെ ആ സാമ്പ്രായത്വ വിരുദ്ധ അറബ് ദേശീയതയെ ദുർബലപ്പെടുത്താനോ അതിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാനോ വേണ്ടിയിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമോ, ഇപ്പോൾ ഇറാനിലെ ഡോക്ടർ മുഹമ്മദ് മൊസാദിക്കിൻ്റെ ഗവൺമെൻറ് 50കളിൽ അധികാരത്തിൽ വന്നു. അദ്ദേഹം നാസർക്ക് പിന്തുണ കൊടുത്തു അറബ് യുദ്ധത്തിൽ, പലസ്തീൻ പ്രശ്നത്തിൽ. അപ്പോൾ പലസ്തീൻ അപഹരിച്ച ഇസ്രയേൽ പലസ്തീൻ മണ്ണ് വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചത്. അപ്പോൾ ആ മൊസാദിക്കിൻ്റെ ഗവൺമെൻറ് ആ സമയത്ത് അട്ടിമറിക്കുന്ന ആരാ? CIA അതിനുവേണ്ടി ഉപയോഗിച്ചാരാണ്? ഇതേ ഇസ്രയേൽ രാഷ്ട്രമുണ്ടാക്കുന്നതിന് എല്ലാ തരത്തിലുള്ള മുൻകൈയെടുത്ത അമേരിക്കയാണ്. CIA പണമൊഴുക്കിയാണ്. അതിന് ആഭ്യന്തരമായിട്ട് ഇറാനിൽ കൈയായി നിന്നത് ഈ മുസ്ലിം ബ്രദർട്ടാണ്. അവിടുത്തെ ഭൂപ്രഭു രാജകുടുംബങ്ങളൊക്കെ ബന്ധപ്പെട്ട ഭൂപ്രമാണി വർഗ്ഗങ്ങളും മുസ്ലിം ബ്രദർഹുഡും ചേർന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയുണ്ടായിരുന്ന ഡോക്ടർ മൊസാദിക്കിൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത്. ലോകത്ത് എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും. ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് സങ്കല്പത്തിൽ നിന്നാണ്. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ 70കളുടെ പകുതിയാകുമ്പോഴേക്കും അവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക്, അവിടുത്തെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വലിയ ജനസ്വാധീനം ഉണ്ടാകുന്നു, അധികാരത്തിൽ വരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിനെ പോലെ ഹെക്മത്യാരുടെ ഇസ്ലാമിക് പാർട്ടി അഫ്ഗാനിസ്ഥാനിൽ രംഗത്തിറങ്ങിയത്. അപ്പോൾ അദ്ദേഹം വലിയ റാലികളൊക്കെ കാബൂൾ നയിച്ചു, ഇസ്ലാം വിശ്വാസം പോവുകയാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആ വിശ്വാസം ഇസ്ലാമിനെ സംരക്ഷിക്കാനുള്ള ഹെക്മത്യാരുടെ ക്യാമ്പയിൻ്റെ മറ പിടിച്ചുകൊണ്ട് അതിന് ആശയപരമായ ബലം നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ പറയുന്ന മുജാഹിദീൻ മിലിറ്ററി, പതുക്കെ അൽ ഖയ്ദ, താലിബാനിസ് ഉൾപ്പെടെയുള്ള ആശയങ്ങൾ അവിടെ വളർന്നു വരുന്നത്. ഇപ്പോൾ മുസ്ലിം ലീഗ് ഇവിടെ 10 വർഷമായിട്ട് അധികാരമില്ല. ആ അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണമെങ്കിൽ വലിയ രീതിയിൽ മലബാറിൽ മൈനോറിറ്റി ധ്രുവീകരണം ഉണ്ടായ, കൺസൾട്ടേഷൻ ഉണ്ടായ സഹായകരമാകും. അതിന് ജമാഅത്ത് ഇസ്ലാമിയെ ഉൾപ്പെടെ കൂട്ടുപിടിക്കുമ്പോൾ സംഭവിച്ച് പോകുന്നത് എന്താണ്? ഹെക്മത്യാരുടെ ഇസ്ലാമിക് പാർട്ടിക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ, ഹെക്മത്യാരുടെ പാർട്ടി വലിയ ആത്മീയ കേന്ദ്രങ്ങളുടെയൊക്കെ സ്വാധീനം ഉണ്ടായിരുന്ന പാർട്ടിയാണ്. ഇവിടെ പാണക്കാട് തങ്ങന്മാരുടെ സ്വാധീന ബലത്തിലൊക്കെ നിൽക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പോൾ ഇത് നബിയുടെ പ്രവാചക ബന്ധമുള്ള കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ഒരു ആത്മീയ പരിവേഷത്തിലാണ് മുസ്ലിം ലീഗ് നിലനിൽക്കുന്നത്. പക്ഷേ ഇവരിപ്പോൾ ഹെക്മത്യാരുടെ അനുഭവങ്ങളിലേക്കാണ് പോകുന്നത്. ഇവരുടെ പാർട്ടിയെ എന്താണ് ഈ ജമാഅത്ത് ഇസ്ലാമി വിഴുങ്ങും എന്നുള്ളതാണ് സംഭവിക്കുന്നത്. തീവ്ര പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് നിലപാടുകൾക്ക് സ്വാധീനമുണ്ടായി കൊടുക്കുകയാണ് UDFൻ്റെ ഈ അധികാരക്കുതിയും അവരിപ്പോൾ സ്വീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാടും എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ ജമാഅത്തിൻ്റെ സ്വാധീനത്തിൽ മുസ്ലിം ലീഗ് പെട്ടുപോകുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേരളത്തിലെ മറ്റ് മുസ്ലിം സംഘടനകളെയും അല്ലെങ്കിൽ മുസ്ലിം പൊതുബോധത്തെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഈ ജമാഅത്തിൻ്റെ ഇടപെടൽ അത് വഴിയൊരുക്കും, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, അത് ഈ UDF സ്വീകരിച്ചിരിക്കുന്ന ഒരു കനകവലു സ്ട്രാറ്റജിയിലാണിത് വരുന്നത്. എല്ലാ യുക്തിയും എല്ലാ വസ്തുതകളെയും നിഷേധിക്കുന്ന തരത്തിലൊരു വൈകാരികത വരികയാണ്. എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾ ഇവിടെ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുകയാണെന്ന ഒരു വൈകാരിക അന്തരീക്ഷം സൃഷ്ടിക്കാനാണ് നോക്കുന്നത്. മുസ്ലിങ്ങൾ എവിടെയാണ് വേട്ടയാടപ്പെടുന്നത് നമ്മൾ നോക്കണമല്ലോ. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനം എടുത്തു നോക്കിയാലും മുസ്ലിങ്ങൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഈ 10 വർഷക്കാലത്തിനിടയിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് വടക്കേ ഇന്ത്യയിലോ ഈ തെക്കേ ഇന്ത്യയിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നടക്കുന്നത് പോലുള്ള ഒരു തരത്തിലുള്ള കടന്നാക്രമണവുമില്ല. അവർ സുരക്ഷിതരാണ്. സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. RSSൻ്റെ ഈ പശുവിൻ്റെയും പ്രണയത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഒക്കെ പേരുള്ള ഒരു ആൾക്കൂട്ട ഭീഷണിയും കേരളത്തിലില്ല. ഏറ്റവും സുരക്ഷിതരാണ്. നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോൻ്റെ കണക്കുപ്രകാരം ഇവിടെ എന്താണ് വളരെ സുരക്ഷിതമായ ഒരു സമൂഹമാണ്. ദേശീയ തലത്തിൽ മുസ്ലിങ്ങൾ വിദ്യാഭ്യാസം അടക്കമുള്ള എല്ലാ മേഖലയിൽ നിന്നും പിന്തള്ളപ്പെടുകയാണ്. ഇന്ത്യയിൽ 43% മുസ്ലിങ്ങൾ എന്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് വരും. അതിൽ നല്ല ശതമാനം പെൺകുട്ടികളാണ്. അതൊക്കെ തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു നയപരമായ സമീപനം, സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ഒരു നയപരമായ ഒരു സമീപനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ പ്രചരണം നടക്കുന്നത്? മുസ്ലിങ്ങൾ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുകയാണ്. അതിനുവേണ്ടി എന്താണ് ആരുടെയെങ്കിലും പ്രസ്താവനയിലെ ഒരു വാക്കോ വാചകമോ ഒരു ശൈലിയോ ഒക്കെ എടുത്തിട്ട് എന്താണ് ഇത് വലിയ രീതിയിൽ ഇസ്ലാമോഫോബിയ പടർത്തുകയാണ്, ഇസ്ലാമോഫോബിയാണ്. ഇതിനേക്കാൾ വലിയ ഇസ്ലാമോഫോബിയ പറയുന്ന ആൾക്കാരാണ് ആര്? UDFൻ്റെ നേതാക്കന്മാർ. നമ്മളെല്ലാവരും കേട്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് 33 സ്കൂളുകൾ മലബാറിലെ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ആ ഗവൺമെൻറ് അനുവദിച്ചത്. അപ്പോൾ ഈ VD സതീശൻ, ഇന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VD സതീശൻ എന്താ പറഞ്ഞത്? ഭൂരിപക്ഷ കൺസൾട്ടേഷൻ ഉണ്ടാവും മലബാറിലെ ഈ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ സ്കൂൾ അനുവദിച്ചാൽ ഭൂരിപക്ഷ കൺസൾട്ടേഷൻ ഉണ്ടാവും. വലിയ ഹെയ്റ്റ് ക്യാമ്പയിനാണ് അദ്ദേഹം നടത്തിയത്. ഓരോ വിഷയത്തിലും എന്താണ് ന്യൂനപക്ഷ വിരുദ്ധമായ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള ഒരു ചരിത്രം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിൻ്റെ ചരിത്രം പറയുന്നത് ഇന്ത്യയിൽ ഇന്നത്തെ രീതിയിൽ RSS ദേശീയ അധികാരത്തിൽ എത്തുന്നതിന് എല്ലാ സൗകര്യവും ഉണ്ടായിക്കൊടുത്ത് കോൺഗ്രസ്സാണ്. ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച്
ഇന്ദിരാഗാന്ധിക്ക് അധികാരത്തിൽ വരാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ഉപയോഗിച്ച സ്ട്രാറ്റജി എന്താണ്? കോൺഗ്രസിലെ തന്നെ RSSുമായി ഏറ്റവും ബന്ധം പുലർത്തുന്ന കരൺ സിംഗ്, അദ്ദേഹം കാശ്മീരി രാജകുടുംബാംഗ, അദ്ദേഹത്തെ വെച്ചിട്ട് എന്താണ് ഈ VHPയുടെയും RSSൻ്റെയും ഒക്കെ ആശയങ്ങൾ പങ്കിടുന്ന കോൺഗ്രസ്സുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സംയുക്ത ഫോറം ഉണ്ടാക്കുക. ആ സംയുക്ത ഫോറത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് VHPയുടെ സമ്മേളനം നടന്നത്. വിജ്ഞാൻ ഭവൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വസതിയാണ് കേട്ടോ. ഔദ്യോഗിക വസതിയിൽ സർക്കാർ പരിപാടി അനുവദിക്കുക. അവിടെയാണ് VHPയുടെ സമ്മേളനം നടന്നത്. ആ സമ്മേളനത്തിലാണ് അയോധ്യ, മധുര, കാശി 3 ആരാധനാലയ തർക്കങ്ങൾ, ആരാധനാലയങ്ങൾക്ക്, മുസ്ലിം ആരാധനാലയങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാൻ VHP തീരുമാനിക്കുന്നത്. ഈ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത്. ബാക്കി കാര്യം പറയേണ്ടതല്ലോ. രാഹുൽ ഗാന്ധിയുടെ കാലത്ത് എങ്ങനെയാണ് തർക്കഭൂമിയിൽ ഇവർ കടന്നത്, എങ്ങനെയാണ് ഈ 3 കുംഭഗോപുരങ്ങൾ നിൽക്കുന്ന സ്ഥാനം നോക്കിയിട്ട് ശിലാന്യാസത്തിന് അനുവാദം കിട്ടിയത്. ആ ചരിത്രത്തെ നമസ്കരിച്ചുകൊണ്ട് ഈ രീതിയിലുള്ളൊരു പ്രൊപ്പഗാൻഡ നടത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. അതിൽ ഏറെക്കുറെ അവർ വിജയിച്ചു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള സാഹചര്യം ഉണ്ടല്ലോ കേരളത്തിൽ. അല്ല, അത് വൈകാരികമായ ഒരു തെറ്റിദ്ധരിപ്പിക്കലിനെ വസ്തുതകളും വിവരങ്ങളും വെച്ച് മറികടക്കാൻ കഴിയുമെന്ന് നമ്മൾ കാണുന്നത്. അവരിപ്പോൾ എന്താണ് ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ, അത് കഴിഞ്ഞ കുറേ കാലത്തെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ വളരെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു ക്ഷമാപൂർവമായ പ്രവർത്തനം അതിന് പിറകിലുണ്ട്. ഇപ്പോൾ എല്ലാ സമുദായ സംഘടനകൾക്കകത്തും ചില ആളുകളെയൊക്കെ വെച്ചിട്ട് അവരവരുടേതായ ആശയങ്ങൾ കടത്തുന്നുണ്ട്. പക്ഷേ അതിന്ന് ഈ സമുദായ നേതൃത്വങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ KNM ആയാലും നമ്മുടെ കാന്തപുരം ഉസ്താദിൻ്റെ സുന്നി വിഭാഗമായാലും ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സുന്നി വിഭാഗമായാലും ഇവരെല്ലാം ഇത് തിരിച്ചറിയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി അപകടകരമായ ഒരു ഇൻവിറ്റേഷൻ ഈ മുസ്ലിം സമുദായത്തിനകത്ത് നടത്തുന്നുണ്ട്. അത് ഭാവിയിൽ വളരെ അപകടകരമായ കേരളത്തിലെ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുന്ന ഒന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് RSSന് വേണ്ടിയുള്ള മണ്ണൊരുക്കലാണ്. 2011 ഡൽഹിയിലെ മാവലങ്കർ ഹാളിൽ ജമാഅത്ത് ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ, ഇന്നത്തെ വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണ സമ്മേളനത്തിൽ ഇവിടുത്തെ മതനിരപേക്ഷ പാർട്ടികളുടെ ഏതെങ്കിലും പ്രതിനിധികളെ വിളിച്ചോ? കോൺഗ്രസിനെ വിളിച്ചോ? CPMനെ വിളിച്ചോ? CPI വിളിച്ചോ? ഏതെങ്കിലും ദളിത് കക്ഷികളെ വിളിച്ചോ? ഏതെങ്കിലും പിന്നോക്ക സമുദായ പ്രതിനിധികളെ വിളിച്ചോ? ആരെയും വിളിച്ചിട്ടില്ല. ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു ഇതര രാഷ്ട്രീയ പാർട്ടി പ്രതിനിധി എന്ന് പറയുന്നത് ഡോക്ടർ KK ജെയിനാണ്. KK ജെയിൻ BJPയുടെ ദേശീയ സെക്രട്ടറിമാരിൽ ഒരാളാണ്. അദ്ദേഹം BJPയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവും കൂടിയാണ്. എന്താ അത് കാണിക്കുന്നത്? അപ്പോൾ ഇവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. അത് മൗദൂദി നേരത്തെ പറഞ്ഞതാണ്. മുനീർ കമ്മീഷൻ അദ്ദേഹത്തോട് ചോദിച്ചല്ലോ, നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായ എന്തായിരിക്കും സ്ഥിതി എന്ന് അഹമ്മദിയ കൂട്ടക്കൊലയെ ചൊല്ലിയുള്ള ആ ജുഡീഷ്യൽ കമ്മീഷന് മുമ്പിൽ ഹാജരായപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവിടെ നിൽക്കേണ്ട ആളുകളല്ല, ഇന്ത്യയിൽ എന്താണ് ഹിന്ദു രാഷ്ട്രമായിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഭൂരിപക്ഷ മതം, ആ മതമാണ് രാഷ്ട്രമാകേണ്ടത്. ഈ നിലപാടാണ് അവർക്ക്. അപ്പോൾ ഇവിടെ അവരെന്താണ് ഹിന്ദു രാഷ്ട്രത്തിന് സഹായകരമായ, അവർക്ക് മണ്ണൊരുക്കി കൊടുക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അത് വളരെ പ്രത്യക്ഷമാണ്. എന്തുകൊണ്ട്? അവരുടെ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അവർ ഫാസത്തിനെതിരാണെന്നൊക്കെയാണ് കേരളത്തിൽ ചാനൽ ചർച്ചയിലും ഒക്കെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാസിസ്റ്റ് കക്ഷിയായിരിക്കുന്ന BJPയുടെ ദേശീയ സെക്രട്ടറിയാണ് അവരവരെ സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയായി ക്ഷണിച്ചുകൊണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഇത് ഭൂരിപക്ഷ വർഗീയതയ്ക്ക് സഹായകരമാണ്. ന്യൂനപക്ഷ വർഗീയമായ എല്ലാ നീക്കങ്ങളും, ന്യൂനപക്ഷ രാഷ്ട്രവാദമായാലും എന്താണ്, അത് ആത്മഹത്യാപരമാണ്. അത് സെക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് എല്ലാവരെയും ചേർത്തുകൊണ്ട് ഫാസത്തെ പ്രതിരോധിക്കാനാണ് ഇടതുപക്ഷവും ജനാധിപത്യ ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം നിൽക്കുന്നതിന് പകരം ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവർ BJPയുമായിട്ട് രഹസ്യ അജണ്ട. ഇപ്പോൾ ആരിഫ് അലി ഉൾപ്പെടെയുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ എന്തിനു വേണ്ടിയാണ് RSS ആസ്ഥാനത്ത് പോകുന്നത്? എന്തിനു വേണ്ടിയാണ് മോഹൻ ഭഗവത്തുമായിട്ട് ചർച്ച നടത്തുന്നത്? RSS ദേശീയ നേതൃത്വമായിട്ട് അവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അവർ നിരന്തരമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് RSS എന്താഗ്രഹിക്കുന്നോ അവിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിന് വലിയ ഭംഗം വരുത്തുന്നതാണ്. ഇവിടുത്തെ മതനിരപേക്ഷ ഘടനയെ വലിയ രീതിയിൽ അവതാളത്തിലാക്കുന്ന നടപടികളാണ്. ഈ മൈനോറിറ്റിയെ തന്നെ വളരെ ആത്മഹത്യാപരമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന നീക്കമാണ് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗ് നേതൃത്വവും ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറയുമ്പോഴും കേരളത്തിൽ അടുത്ത കാലത്തിലായിട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രസ്താവനകൾ, അപ്പോൾ അതിനോട് CPM കാണിക്കുന്ന ഒരു നേരത്തെയൊക്കെ കേരളത്തിൻ്റെ ഈ മതേതരത്വത്തെ മുറിവേൽപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകളെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരുന്ന CPM അപ്പോൾ അതിനോട് ആ രീതിയിൽ ശബ്ദിക്കാതിരിക്കുന്നു, പലപ്പോഴും മൃദു സമീപനം സ്വീകരിക്കുന്നു. അപ്പം ഈ ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കുമ്പോഴും ഇത്തരം ശക്തികൾ, ഇത്തരം ആശയങ്ങളുമായിട്ട് അവർ സമരസപ്പെട്ട് തോളിൽ കൈയിട്ട്
എങ്ങനെ എന്തിന് ഞങ്ങളെ വിമർശിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഈ ഇപ്പുറത്തെ ജമാഅത്ത് ഇസ്ലാമി ലീഗും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, കേരളത്തിലെ ഏറ്റവും ക്ഷുദ്രമായ മുസ്ലിം വിരുദ്ധമായ വർഗീയ പ്രചരണം കാലാകാലമായി നടത്തി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് നിരന്തരമായി നടത്തുന്ന ഒരാളാണ് ആര്? ഷാജൻ സ്കറിയ. ആ ഷാജൻ സ്കറിയെ ക്ഷണിച്ചു കൊണ്ടുവന്ന് വിരുന്ന് കൊടുക്കൂ, എൻ്റെ സഹോദരനാണ് ഇത് എന്ന് പറയുന്ന ആളാണ്. അയാളെ നേതാവാക്കിക്കൊണ്ടാണ് ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്കാരും മുസ്ലിം ലീഗുകാരും വെള്ളാപ്പള്ളി നടേശൻ്റെ ചോലിൽ കൈയിടുന്നു പിണറായി വിജയൻ എന്ന് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന വർഗീയ വിദ്വേഷപരമായ ഒരു പ്രസ്താവനയോട് CPM യോജിക്കില്ല. മതനിരപേക്ഷതർക്ക് നിരക്കാത്ത ഒരാളുടെയും പ്രസ്താവനയെ CPM സപ്പോർട്ട് ചെയ്യില്ല. ഇത് കാലാകാലങ്ങളായി വെള്ളാപ്പള്ളി ഇത്തരം പ്രസ്താവന നടത്തുന്ന നമ്മൾ പ്രതിരോധിക്കുകയും നമ്മൾ അതിനെതിരായിട്ട് രംഗത്ത് വരികയും ചെയ്യുന്നതാണ്. ഒരു മൃദു സമീപനവും അതിനകത്ത് ഇല്ല. പക്ഷേ കേരളത്തിൻ്റെ സാമൂഹ്യ സന്തുലിതത്വത്തെ അപകടപ്പെടുത്തുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ പോകാൻ പാടില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണ്? ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായൊരു അജണ്ടയുണ്ട്. അവരിവിടുത്തെ സാമൂഹ്യ സന്തുലിതത്വമൊക്കെ തകർന്ന് ആകെ ആളുകൾ ഒരു പോളറൈസേഷനിലേക്ക് വരണം. ആ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരീക്ഷണത്തിൻ്റെ അപകടത്തെ നമ്മൾ തിരിച്ചറിയണം. ഭൂരിപക്ഷ സമുദായത്തെ ഒരു കാരണവശാലും സംഘപരിവാറിൻ്റെ കളത്തിലേക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. ആ കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടിയുള്ള നയജ്ഞതയോടുകൂടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് CPM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ വിഷയങ്ങളൊക്കെ വളരെ ശക്തമായി ഇടപെട്ടിരുന്ന ഒരു 2-3 വർഷങ്ങൾ മുമ്പ് CPM ആ രീതിയിൽ ക്യാമ്പയിനൊക്കെ ശക്തമായിട്ടുണ്ടായിരുന്നു. ഈവൻ മുസ്ലിം ലീഗുമായിട്ട് പോലും മുസ്ലിം ലീഗ് ഒരു സെക്യുലർ പാർട്ടിയാണെന്ന് പോലും CPM നേതാക്കന്മാർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പോലും ജമാഅത്ത് ഇസ്ലാമി കേന്ദ്രങ്ങളിൽ നിന്ന് അതിശക്തമായ വിമർശനമായിരുന്നു CPM എതിരെ ഉയർന്നുകൊണ്ടിരുന്നത്. CPMയുടെ പല നേതാക്കന്മാരും സംഘപരിവാർ അനുകൂലികളാണ്, സംഘികളാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശനം ഉണ്ടായിരുന്നു. സത്യത്തിൽ ജമാഅത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയിരിക്കുന്ന ഇത്തരം ഈ കേരളത്തിൻ്റെ ഈ സാമൂഹ്യ സെക്യുലർ ചരിത്രത്തെ മുഴുവൻ റദ്ദാക്കുന്ന തരത്തിലുള്ള ഈ ഒരു ഇടപെടലാണോ യഥാർത്ഥത്തിൽ ഈ രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ കാലുഷ്യമാക്കിയത്? അല്ല, അത് വളരെ ശരിയായ ഒരു കാര്യമാണ്, വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. ജമാഅത്ത് ഇസ്ലാമി ഇവിടുത്തെ സാമൂഹ്യ സന്തുലനത്തെ തകർത്ത് സാമുദായികമായ ധ്രുവീകരണം ഹിന്ദുക്കൾക്കോ മുസ്ലിങ്ങൾക്കോ നടത്തണമെങ്കിൽ, ക്രൈസ്തവർക്കോ നടത്തണമെങ്കിൽ ഇവിടെ ആദ്യം തകർക്കേണ്ടത് ആരെയാണ്? ക്രൈസ്തവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമൊക്കെ ഒന്നിച്ചു ചേരുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ കേരളത്തിലെ മർമ്മമാണ് CPM എന്ന് പറയുന്നത്. അപ്പോൾ CPMനെ തകർക്കുക, CPMനെ വർഗീയ പാർട്ടിയോ, CPM നിന്ന് മുസ്ലിങ്ങളെ ന്യൂനപക്ഷങ്ങളെ അകറ്റുക, ഈ ഒരു സ്ട്രാറ്റജിയിലാണ് ജമാഅത്ത് ഇസ്ലാമി കാലാകാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മുസ്ലിങ്ങൾ പോകുന്നത് തടയാൻ ഈ കുറ്റ്യാടി ഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമി ആദ്യമായി ഇടപെട്ടതും സംഘടന ഉണ്ടാക്കിയതുമായിട്ടുള്ള ചരിത്രം നമ്മുടെ തന്നെ പ്രദേശത്തിൻ്റെ ഒരു ചരിത്രമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കമ്മ്യൂണിസത്തിലേക്ക് പോകരുത്, അതിനുവേണ്ടി മുസ്ലിങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി സംഘടന ഉണ്ടാക്കിയ ആൾക്കാരാണ് ഇവർ. ഒരേപോലെ ദേശീയ പ്രസ്ഥാനത്തിലെ മൊയ്തു മൗലവിയും മുഹമ്മദ് അദ്രിബൻ സാഹിബിനെയും ഒക്കെ എതിർത്ത ആൾക്കാരാണ് ഇവർ. മതനിരപേക്ഷമായ പ്ലാറ്റ്ഫോമുകളിലാണ് മുസ്ലിങ്ങൾ നിൽക്കേണ്ടത് എന്ന വാദമുയർത്തുന്ന എല്ലാ ആളുകളെയും ഇവരെല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട്. നെഹ്റുവിനെ ഇവർ എതിർത്തിട്ടില്ലേ? അപ്പം മതനിരപേക്ഷമായ പ്ലാറ്റ്ഫോമിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളെ ഇവർ ദുർബലപ്പെടുത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് പോലുള്ളൊരു പാർട്ടി ഒരു സാമുദായിക പ്രാതിനിധ്യ പാർട്ടിയാണ്. അതിൽ മുസ്ലിം മതവിശ്വാസികളെ പ്രധാനമായി ഉൾക്കൊള്ളുന്നൊരു പാർട്ടിയാണ് അതൊരു സമുദായ പാർട്ടിയാണ്. ആ സമുദായ പാർട്ടി തങ്ങൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയുള്ള രാഷ്ട്രീയം മതത്തെ ഉപയോഗിച്ചാകുമ്പോൾ അതിനാണ് നമ്മൾ വർഗീയത എന്ന്. മതമാണ് പ്രശ്നമെന്നാണ് കേരളം പോലൊരു സമൂഹത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെ ബാധിക്കുന്ന ഒന്നിലും മതം കലർത്തരുത് എന്നാണ് നമ്മുടെ നിലപാട്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്ഷണത്തിൻ്റെയും തൊഴിലിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒന്നും കാര്യം ചർച്ച ചെയ്തത് അത് വളരെ സെക്കുലറായ ഒരു പ്ലാറ്റ്ഫോമിലാണ്. അവിടെയാണ് നമ്മുടെ പൊതുജീവിതത്തിലേക്ക് മതം വരരുത്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മതം വരരുത്. മതം എന്താണ്? ഒരു സ്വകാര്യ വിഷയമാണ്. അത് അംഗീകരിക്കുമോ? മുസ്ലിം ലീഗ് അത് അംഗീകരിക്കണം, ജമാഅത്ത് ഇസ്ലാമി അത് അംഗീകരിക്കും. മതം തന്നെയാണ് രാഷ്ട്രം എന്നാണ് അവർ പറയുന്നത്. RSS പറയുന്നത് എന്താണ്? മതം തന്നെയാണ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ്, ഹിന്ദു തന്നെയാണ്, ഹൈന്ദവ തന്നെയാണ് ദേശീയത എന്നാണ് അവരുടെ നിലപാട്. ഇതേ നിലപാട് തന്നെയാണ് മറ്റൊരു ഭാഗത്ത് ഇസ്ലാം തന്നെയാണ് രാഷ്ട്രം എന്നാണ്. ആ നിലപാടാണോ മുസ്ലിം ലീഗിന്? അത് അവർ വ്യക്തമാക്കണം. അങ്ങനെയാണെങ്കിൽ അവരൊരു മതരാഷ്ട്രവാദ പാർട്ടിയാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് അവരൊരു സെക്കുലർ പാർട്ടിയാണെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോഴും മതമാണ് രാഷ്ട്രം എന്ന് പറയുന്നില്ല. അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നവരാണ്. അവർ മതനിരപേക്ഷമായ ജനാധിപത്യ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആ അർത്ഥത്തിൽ അവരൊരു സെക്കുലർ പാർട്ടിയാണ്. പക്ഷേ ആ സെക്കുലർ പാർട്ടി
വർഗീയ കാർഡ് ഇറക്കുകയാണ്. എന്തെല്ലാം കാര്യത്തിൽ ഈ കേരളത്തിലെ തെരുവുകളിൽ വന്നിട്ട് ആളുകളോട് പ്രസംഗിക്കുക, ഞങ്ങളുടെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗ് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി 5 നേരം നിസ്കരിക്കുന്ന ആളാണ്. VS അച്യുതാനന്ദൻ എടുത്തിട്ടുണ്ടോ എന്ന് എന്ത് കേരളം പോലൊരു സമൂഹത്തിൽ ചോദിക്കാനുള്ള തൻ്റെ ഇടം, വർഗീയതയുടെ അന്ധത, അതിൻ്റെ ഭ്രാന്ത് പിടിച്ച ഒരാൾക്ക് മാത്രമേ പറ്റൂ. VSനെ പോലെ നമ്മുടെ ദേശീയ പ്രസ്ഥാന സാമ്പ്രായത്വ വിരുദ്ധ ജന്മിത്വ വിരുദ്ധ സമരത്തിൻ്റെ ചരിത്രഗതിയിലൂടെ വളർന്നു വന്ന് സർവരാലും ആദരിക്കപ്പെടുന്ന ഒരു നേതാവ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അത് രാഷ്ട്രീയമാണ്. ആ മതരാഷ്ട്രീയമാണ് ജമാഅത്ത് ഇസ്ലാമി കൊണ്ടുവരുന്നത്. ആ മതരാഷ്ട്രീയമാണ് ഇപ്പോൾ ലീഗിൻ്റെ പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലീഗിൽ മെമ്പർഷിപ്പ് ഇട്ടാൽ നേരിട്ട് സ്വർഗത്തിലേക്കാണ് എന്നാ പറയുന്നത്. നിങ്ങൾ ലീഗിൻ്റെ ഈ ഹരിതത്തണലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം എന്താണ് നേരെ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ 5 നേരം നിസ്കാരവും മറ്റേ ഹജ്ജ് തീർത്ഥാടനവും പോലുള്ള എന്താണ് ഒരു ഇസ്ലാമിൻ്റെ ദീനിനെ നിർവചിക്കുന്ന ഒന്നും ചെയ്യേണ്ട. ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ നിങ്ങൾ നേരെ സ്വർഗത്തിൽ. അപ്പോൾ എന്താണ് രാഷ്ട്രീയമാണ്, മതം ഇവിടെ രാഷ്ട്രീയമാവുകയാണ്. അങ്ങനെ രാഷ്ട്രീയമാകുന്നൊരവസ്ഥ ലീഗിലിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം വർഗീയമായ പ്രചരണങ്ങളാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അപകടം ചെയ്യും. ജനാധിപത്യത്തിൽ ഇടപെടുന്നത് അത് ജനാധിപത്യത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് അനിസ്ലാമികമാണ്. അതായത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദൈവികാധിപത്യം ഭരണം വരും. അതിനു വേണ്ടി താൽക്കാലികമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ അങ്ങനെ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ എന്ന് ഒരു 3-4 വർഷം മുമ്പ് വരെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു കാപട്യമാണോ ഇപ്പോൾ അവർ കാണിക്കുന്ന? അങ്ങനെ ഇപ്പം നമ്മൾ ഇലക്ഷൻ പ്രക്രിയയിൽ ഇടപെടുന്നു, പാർട്ടി രൂപീകരിക്കുന്നൊക്കെ കാപട്യമായിട്ട് തന്നെ കാണാം. അതെ, അത് അവരുടെ ഇസ്ലാം പ്രവാചകൻ്റെ ഇസ്ലാമല്ല, മുഹമ്മദ് ചരിത്രത്തിലേക്ക് കൊണ്ടുവന്ന ജാഹിലിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു ജനതയെ അവരുടെ ഗോത്രപരമായ ഭിന്നതകളിൽ നിന്നും കലാപങ്ങളിൽ നിന്നും വിശ്വാസപരമായ അന്ധതകളിൽ നിന്നൊക്കെ വിമുക്തമാക്കി അറിവിൻ്റെയൊക്കെ വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു പ്രവാചകൻ്റെ ഇസ്ലാമല്ല അവരുടെ ഇസ്ലാം. അവരുടെ ഇസ്ലാം സാമ്രാജ്യത്വമുണ്ടാക്കിയ ഇസ്ലാമാണ്. സാമ്രാജ്യത്വ പ്രോക്തമായ ഐഡിയോളജിയാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ പോലുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരെ നയിക്കുന്നത്. അതിൽ ഹസനുൽ മുന്നയും സയ്യിദുൽ ഖുത്ബുമൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന ആശയങ്ങളാണ് അവരുടെ വിചാരധാരയെന്ന് പറയുന്നത്. ആ നിലപാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായി പറയുകയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ എന്താണ് ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാട് മാത്രമാണ്. ഞങ്ങൾ ജനാധിപത്യത്തിലോടുന്നത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് സർക്കാർ ജോലി 87 വരെ സർക്കാർ ജോലി സ്വീകരിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടുള്ള ആളുകളല്ലേ അവർ. 87 വരെ തെരഞ്ഞെടുപ്പ് പങ്കെടുക്കാൻ പാടില്ലെന്ന് ഉറച്ച നിലപാടുള്ള ആൾക്കാരല്ലേ. പക്ഷേ 87-ന് ശേഷം അവർ നിലപാട് മാറ്റി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവരെന്താണ് മൂല്യം നോക്കി വോട്ട് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കേരളം പോലുള്ളൊരു സമൂഹത്തിനകത്ത് പിടിച്ചു നിൽക്കാനാവശ്യമായ അടവുകൾ, പലതരത്തിലുള്ള ടാക്ടിക്സുകൾ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ അവരെന്താണ് UDF മുന്നണിയിൽ എത്തിയിരിക്കുകയാണ്. അവരാഗ്രഹിക്കുന്നത് അവരുടെ പ്രതിനിധികളായ ആളുകൾ കേരള നിയമസഭയിൽ വേണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തുക. അതിന് അവരെന്തും ചെയ്യും. ഇപ്പം കാശ്മീരിൽ അവരെന്താണ് BJPയുടെ പിന്തുണയോടുകൂടിയാണ് ആർക്കെതിരായിട്ട് തരിഗാമിക്കെതിരായിട്ട് മത്സരിച്ചത്. ഈ ഭീകരവാദികളുടെ സ്വന്തം ജീവൻ വെച്ച് പടപൊരുതിയ ഒരാളാണ്. 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാർ തടങ്കലിലാക്കിയ മനുഷ്യനാണ് തരിഗാമി. ആ തരിഗാമിക്കെതിരായിട്ട് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി BJPയുടെ പിന്തുണ നേടിയ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ VD സതീശൻ്റെ കളത്തിൽ മാത്രമല്ല, ഇവർ രാജീവ് ചന്ദ്രശേഖരൻ്റെയും കളത്തിൽ കളിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ആൾക്കാരാണ്. കാരണം ഇവർ ശുദ്ധ പ്രയോജനവാദികളാണ്. പ്രാഗ്മാറ്റിസത്തിലപ്പുറത്ത് ഒരു ആദർശവും ഈ പറയുന്ന പോലൊരു ആദർശവും മൂല്യമൊന്നും ഈ ഫണ്ടമെൻ്റലിസ്റ്റുകളായിട്ടുള്ള മതരാഷ്ട്രവാദികൾക്ക് ചരിത്രത്തിൽ ഒരിടത്തും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹിറ്റ്ലർ മതരാഷ്ട്രവാദം പറഞ്ഞ ആളാണ്, ഫ്രാങ്കോ മതരാഷ്ട്രവാദം പറഞ്ഞ ആളാണ്, മുസോളിനി മതരാഷ്ട്രവാദം പറഞ്ഞ ആളാണ്, മൗദൂദി മതരാഷ്ട്രവാദം പറഞ്ഞ ആളാണ്. ആ മതരാഷ്ട്രവാദം എന്താണ്? അഹമ്മദിയർ മുസ്ലിമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് വംശീയ സിദ്ധാന്തമായി വംശഹത്യയിലേക്ക് നയിക്കുകയാണ് ചെയ്തത്. ഇവരുടെയും നിലപാട് അതിലേക്കൊക്കെ തന്നെ എത്തുന്ന നിലപാടാണ് ഇവരുടെ നിലപാട്.